ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. വീണ്ടും നിന്നെ പറഞ്ഞ് പറ്റിക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് സത്യ. അർജുൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോഴും ഞെട്ടലോടെ നിൽക്കുന്ന അർജുൻ്റെ മുഖത്ത് നോക്കി ഉറപ്പോടെ അവൾ പറയുമ്പോൾ അർജുനൻ നനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി. ഒരു നിമിഷം ധനുവിൻ്റെ ചിന്തകൾ ആ ദിവസത്തിലേക്ക് നീണ്ടു. ശരീരത്തിൽ അനുഭവപ്പെട്ട അസഹ്യമായ വേദനയിൽ അവൾ മിഴികൾ മെല്ലെ ചിമ്മി തുറന്നു. ഒരു സൈഡ് ചെരിഞ്ഞു കിടന്നത് കൊണ്ട് തന്നെ ശരീരമാകെ കുത്തിപ്പിടിക്കുന്ന വേദന തോന്നിയവൾക്ക്. മെല്ലെ ബെഡിൽ കൈയൂന്നി അവൾ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ പോയത് ഓപ്പോസിറ്റ് കിടക്കുന്ന അർജുനിലാണ്. ഒരു വേള അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. തലയിൽ ഇരു കൈയും അമർത്തി അവൾ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തലേന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ചതും ഒടുവിൽ ജ്യൂസ് കുടിച്ചതും പിന്നീടുണ്ടായ ഓരോന്നും മുന്നിൽ തെളിവാകുമ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ധനു വേഗത്തിൽ ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കും മുന്നേ ബെഡിൽ കിടന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. കണ്ണുകൾ അവിടേക്ക് പായുമ്പോൾ കണ്ടു സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന റാമങ്ങൾ എന്ന നെയിം. അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം വിറക്കുന്ന കൈകളോടെ അവൾ ആ കോൾ എടുത്തു. ഗുഡ് മോർണിംഗ് ധനുമോളെ, ഇന്നലത്തെ ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കോൾ എടുത്ത പാടെയുള്ള അയാളുടെ ആ ചോദ്യത്തിന് അവളുടെ കണ്ണുകൾ കൂർത്തു വന്നു. ഓ ഓ ഓ സോറി, പൂർവ്വകാമുകൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റി കാണില്ല അല്ലേ? കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ ലേറ്റായി കാണും. വഷളൻ ചുവയോടെ പറഞ്ഞുകൊണ്ട് അയാൾ ഉറക്കെ ചിരിക്കുമ്പോൾ അറപ്പോടെ മുഖം ചിരിച്ചു പോയവൾ. നിങ്ങളപ്പോ? അവളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതിനും ഒരു പൊട്ടിച്ചിരിയായിരുന്നു മാറുപുറത്തിന്ന്. നീ എന്താ ധനുമോളെ കരുതിയത്? അങ്കിളങ്ങ് നന്നായെന്നോ? അതോ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എൻ്റെ മകൻ്റെ പട്ടമാശിയായി വാഴിക്കാനാന്നോ? എന്നാ നിനക്ക് തെറ്റി മാളവിക. എൻ്റെ കരുവിലേക്കുള്ളൊരു കരുവായിരുന്നു നീ. ധനു തൻ്റെ കണ്ണുകൾ മുറുകെ അടിച്ചു. ഇടത് കൈ ചുരുട്ടി പിടിച്ചു. കൂടുതൽ സംസാരിച്ച് അങ്കിള് മോളുടെ ടെമ്പർ തെറ്റിക്കുന്നില്ല. ഇപ്പം അങ്കിള് വിളിച്ചതൊരു പ്രധാന കാര്യം സംസാരിക്കാനാ. അങ്കിളത് പറയും, മോളത് അനുസരിക്കും. മനസ്സിലായോ? ഇല്ല, താൻ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. താനെ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് കരുതണ്ട. ഇതിന് തനിക്ക് മാപ്പില്ല. പരിസരം മറന്ന് അവൾ അലറുമ്പോൾ മറു സൈഡിൽ വീണ്ടും ഉയർന്നത് പൊട്ടിച്ചിരിയായിരുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത് മോള് കേൾക്ക്, എന്നിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. അല്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ മോൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. സോ അങ്കിള് പറയുന്നത് മോള് കേൾക്ക്. അത് കേൾക്കെ ഒരു നിമിഷം അവൾ നിശബ്ദമായി. തൻ്റെ നെഞ്ചാകാരമായി മിടിക്കുമ്പോൾ അവളൊരു ബലത്തിനെന്നോണം ചുമരിലേക്ക് ചാഞ്ഞിരുന്നു. അച്ഛൻ എന്താ പറഞ്ഞത്? അർജുനൊരു ഇടർച്ചയോടെ ചോദിക്കുമ്പോൾ സ്ത്രീയുടെ ചുണ്ടുകളൊന്ന് കോടി. നീയും ഞാനും തലേ ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന്. ഇല്ലെങ്കിൽ മാളുവിനെ അയാൾ പുറം ലോകം അറിയാതെ ഇല്ലാതാക്കൂന്ന്. അർജുനൊരു വേള തൻ്റെ കണ്ണുകൾ അമർത്തിയടച്ചു. പക്ഷെ ഇതിന് കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അർജുൻ. അതൊരിക്കലും മാളവികയുടെ ജീവിതം പോയിക്കോട്ടെ എന്ന് കരുതി ആയിരുന്നില്ല. പകരം വീണ്ടും വീണ്ടും നിന്നെ ചതിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാ എതിർത്ത് സംസാരിച്ച് ഞാൻ നിനക്ക് മുന്നിൽ മൗനം പാലിച്ചത്. നീ മാളവികയ്ക്ക് അരികിൽ എത്തിയതിനു ശേഷം എല്ലാം തുറന്നു പറയാമെന്ന് കരുതിയായിരുന്നു. പക്ഷെ അന്ന് അർജുൻ വഴക്കിട്ട് പോയതിൽ പിന്നെ ആകെ ഒരു മരപ്പായിരുന്നു ധനുവിൽ. എന്നാൽ എത്രയും പെട്ടെന്ന് അവനെ വിവരം അറിയിക്കണമെന്ന് തന്നെ അവൾ കണക്ക് കൂട്ടി. പക്ഷെ തൻ്റെ ചുവടുകൾ വീണ്ടും പിടിച്ചു. അർജുനെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോഴാണ് ആരൊക്കെയോ ഡോർ തുറന്ന് അകത്തേക്ക് വന്നത്. ഒരു വേള മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് തറഞ്ഞുപോയി. വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ മാനം പിച്ച് ചീന്തിയവൻ ധനുവിൻ്റെ ശരീരമാകെ വീറപ്പുകൊണ്ടുപോയി. ഒരിക്കൽ കൂടെ മേഡത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടി വരുമെന്ന് കരുതിയതല്ല. പിന്നെ മേലാളന്മാർ പറഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പണ്ടത്തേക്കാളൊന്ന് തുടുത്തു. അവളെ ആകെ മൊത്തം മുഴിഞ്ഞുകൊണ്ട് അയാൾ പറയുമ്പോൾ ധനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരീരമാകെ പുഴുവരിക്കുന്ന പോലെ തോന്നി അവൾക്ക്. ഞാൻ വന്നത് എന്തിനാകുമെന്ന് മേഡത്തിന് ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. കൂടുതൽ ബലം പിടിക്കാനൊന്നും വയ്യ എനിക്ക്. സഹകരിച്ചാൽ മേഡത്തിന് തന്നെ കൊള്ളാം. അത്രയും പറഞ്ഞ് അവൾക്ക് അരികിലേക്ക് വന്നതും ധനു ശക്തമായ അയാളെ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് മുന്നോട്ട് ഓടുമ്പോൾ അവൻ്റെ കൂടെ വന്ന രണ്ടുപേര് പെട്ടെന്ന് ഡോറിൻ്റെ മുന്നിലായി തടസ്സം കയറി നിന്നു. ധനു ഞെട്ടലോടെ ഒരു സൈഡിലേക്കും മാറി മാറി നോക്കി. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ പ്ലീസ്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവൾ കേഴുമ്പോൾ അയാൾ ഒരു പൂച്ചച്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൾ അയാളുടെ നെഞ്ചിലേക്ക് ഇട്ടു. വിട്, എന്നെ വിട്, ആരെങ്കിലും എന്നെ രക്ഷിക്ക്. ധനു അയാളിൽ നിന്ന് കുതിരിക്കൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു. ഇവിടെ വാളി പോന്ന നായിൻ്റെ മോളെ. അയാൾ കൈവീശി അവളുടെ കവളിൽ ആഞ്ഞടിക്കുമ്പോൾ നിലത്തേക്ക് വീണുപോയവൾ.
അവിടുന്ന് അവളെ വലിച്ചെടുത്ത് അയാൾ കിടക്കയിലേക്ക് തള്ളിക്കൊണ്ട് അവളിലേക്ക് അമർന്നു. ബലമായി അവളെ കീഴടക്കാൻ ശ്രമിക്കും തോറും ധനു അതിൽ നിന്നൊക്കെ പെടഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് പുറത്തെ വാതിലൊരു മുട്ട് കേട്ടത്. അതോടൊപ്പം ആരുടെയൊക്കെയോ ശബ്ദം. മുതലാളി, പുറത്താകാൻ ആൾ കൂടിയെന്ന് തോന്നേ. ഈൻ്റെ ഇവിടെ നിൽക്കുന്നത് റിസ്ക്കാ. നമുക്ക് രക്ഷപ്പെടാം. ഇവളെ പിന്നെ പിടിക്കാം. ഇടയിൽ പോലീസ് എങ്ങാനും വന്നാൽ തീർന്ന്. കൂട്ടത്തിലൊരാൾ അയാൾക്കടുത്തേക്ക് വന്ന് പറയുമ്പോൾ അയാൾ മനസ്സില്ലാ മനസ്സോട് അവളിൽ നിന്ന് അകന്നു മാറി. ധനു വേഗം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു. ഛേ, വാടാ. അയാൾ വേഗത്തിൽ മുന്നോട്ട് നടക്കുമ്പോൾ അവന്മാരും പിറകെ പോയി. ഡോറിൻ്റെ അരികിലെത്തിയ അയാൾ പെട്ടെന്നൊന്ന് നിന്നുകൊണ്ട് ഡോറ് ലോക്ക് മാറ്റി സൈഡിലേക്ക് നീങ്ങി നിന്നു. എന്നാൽ ആ നിമിഷം തന്നെ ആരോ പുറത്തുനിന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് ധനു ഞെട്ടുമ്പോൾ പുറകിൽ നിന്ന് അയാൾ സൈഡിൽ നിന്ന് ഫ്ലവർ വേസ് കയ്യിലെടുത്ത് അവൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അത്രയും പറഞ്ഞ് അർജുൻ നിർത്തുമ്പോൾ മാളുവിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മുൻപുണ്ടായിരുന്ന അതേ ഭാവം തന്നെയായിരുന്നു അവളുടെ മുഖത്ത്. തന്നിൽ തന്നെ മിഴികളുറച്ച് നിൽക്കുന്നവനെ കണ്ട് അവൾ ദീർഘമായും നിശ്വസിച്ചുകൊണ്ട് അവനടുത്തേക്ക് നടന്നു. അർജുൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾ കുറ്റക്കാരനായി എനിക്ക് തോന്നിയില്ല അർജുൻ. സാഹചര്യമാകാം നമ്മൾ തമ്മിൽ അകറ്റിയത്. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ എൻ്റെ സ്ഥാനം എന്താണ്? അല്ല, ഇത്രയും നാൾ എൻ്റെ സ്ഥാനം എന്തായിരുന്നു? എന്നെ അർജുൻ സ്നേഹിക്കുന്നെന്ന് വാക്കാൽ പറയുമ്പോഴും അർജുൻ എപ്പോഴും നിന്നിട്ടുള്ളത് ധനുശ്രീക്കൊപ്പമ്മ. എന്താ അല്ലെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? സ്വന്തം ഭാര്യയായി എനിക്ക് തരാത്ത പരിഗണനയ അവൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. പലതും കണ്ടിട്ട് കണ്ടില്ലെന്ന് ഞാൻ നടിച്ചു. പക്ഷേ ഇതെനിക്ക് വയ്യ അർജുൻ. എല്ലാവർക്കും മുന്നിലും വിഡ്ഢിവേഷം കെട്ടാൻ മാളവികയ്ക്ക് താല്പര്യമില്ല. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സാകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ വഴിക്ക് വിടുക. രണ്ട് കൈയും അവന് നേരെ കൂപ്പി അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അർജുൻ്റെ പിൻവിളി അവൾക്ക് നേരെ ഉണ്ടായില്ല. തിരികെയുള്ള യാത്രയിലാണ് മാളു. ആകാശും മാളും ഒന്നും മിണ്ടാത്ത പുറത്തേക്ക് കണ്ണുകൾ പായിച്ചിരിക്കുന്നുവെങ്കിലും ആകാശിൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. എല്ലാം അറിയായിരുന്നില്ലേ? പെട്ടെന്നുള്ള മാളുവിൻ്റെ ആ ചോദ്യം കേൾക്കി ആകാശം ഞെട്ടി. എന്ത് മറുപടി പറയുന്ന അറിയാതെ അവനൊരു നിമിഷം മൗനം പാലിച്ചു. മാളു, അത് പിന്നെ ഞാൻ. അവൻ മറുപടിക്കായി ഒന്ന് പരതി. അത് കേൾക്കി അവൾ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. എല്ലാവരും എനിക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുവാണ്. ഞാനൊരു പൊട്ടി. അത് പറയും അവളുടെ ശബ്ദം ഇടറിപ്പോയി. ആകാശ വല്ലായ്മയോടെ കാറ് വേഗം ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു. നീ എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്കപ്പം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് മാളു. കാരണം പൂർണ്ണമായി നീ അർജുനം മറന്നുവെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ മുതിരില്ലായിരുന്നു. പക്ഷെ നിൻ്റെ ഉള്ളിൽ അർജുന സ്ഥാനം മനസ്സിലാക്കിയപ്പോൾ എന്തോ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നിട്ടിപ്പോൾ ഒന്നിച്ചോ? അല്പം ദേഷ്യം കലർത്തി അവളത് ചോദിക്കുമ്പോൾ ആകാശം അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അത് നിന്റെ വാശി കൊണ്ടല്ലേ എൻ്റെ മാളു. നീ എത്രയൊക്കെ മുഖംമൂടി അണിഞ്ഞാലും നിനക്ക് അർജുനം മറക്കാൻ കഴിയില്ലെന്ന് നിനക്കും അർജുനും അറിയാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് പകരം ഒരു മറുപടി അധികം വൈകാതെ അവൻ നിനക്ക് തരും. അല്പം കുസൃതി കലർന്നിരുന്നു ആകാശിൻ്റെ ആ വാക്കുകളിൽ. അത് കേൾക്കി ദേഷ്യം കൊണ്ടൊരു നോട്ടമായിരുന്നു മാളുവിൻ്റെ മറുപടി. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം, അല്ലെങ്കിൽ നീ കണ്ടറിഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കാറ് മുന്നോട്ടെടുക്കുമ്പോൾ മാളുവിൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. എങ്കിലും അവളത് പുറത്ത് കാടാതെ സീറ്റിൽ ചാരി കണ്ണുകളടച്ച് കിടന്നു. മാളു. പാതി മയക്കത്തിൽ കിടന്നവൾ ആകാശം മെല്ലെ തട്ടി വിളിക്കുമ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്നു. എന്തൊരു ഉറക്കാടിത്. വീടെത്തി, ഇറങ്ങുന്നില്ലേ? അത് കേൾക്കി അവളൊന്ന് ചുറ്റും നോക്കി. ശേഷം പതിയെ പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് പുറകെയായി അവനും. എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങിയതും ഒരടി പോലും നടക്കാതെ എങ്ങോ നോക്കി ഞെട്ടി നിൽക്കുന്നവളെ കണ്ട് ആകാശം അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി. ഒരു വേള പൊട്ടി വന്ന ചിരി അവനുള്ളിൽ തന്നെ ഒതുക്കി. വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന ശ്രീധരനും അർജുനും രണ്ടാളും കാര്യമായ ചർച്ചയിലാണ്. എന്നാൽ അതല്ല രസം. അർജുൻ അടുത്ത് നിന്ന് കോഫി ചൂടാറ്റി കൊടുക്കുകയാണ് സിന്ധു. അവനത് മെല്ലെ മെല്ലെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. അതോടൊപ്പം രസകരമായ മറ്റൊരു കാര്യം തന്നാൽ വെൽ ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യുന്ന അർജുൻ വസിഷ്ഠയുടെ ഇപ്പോഴത്തെ വേഷം ഒരു ടീഷർട്ടും കാവി മുണ്ടുമാണ്. മാളു. ആകാശ് കയ്യിൽ തട്ടി വിളിക്കുമ്പോഴാണ് മാളു ഒരു ഞെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഒരു വേള ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. അവൾ വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും ആകാശ് അവൾക്ക് മുന്നിൽ കയറി തടസ്സം തീർത്തു. മുന്നിൽ മാറി നിൽക്കുക ആകാശേട്ടാ, ഇതിനൊരു തീരുമാനം എനിക്ക് ഇന്ന് വേണം. അവൾ അതീവ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ മാറാം, പക്ഷേ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. ഇപ്പോഴത്തെ ദേഷ്യത്തിന് എടുത്തു ചാടിയൊന്നും ചെയ്യരുത് മാളൂ. ഒരു നിമിഷം നീ നിൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് നോക്ക്.
എത്ര നാളുകൾക്ക് ശേഷം അവരിങ്ങനെ ഒന്ന് ചിരിച്ചു കാണുന്നത്. നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം ഇല്ലാതായേക്കാം. അതുകൊണ്ട് 2 വട്ടം ആലോചിച്ച് വേണം ഓരോന്നിനും ഇറങ്ങി പുറപ്പെടാൻ. പിന്നെ അത് മാത്രമല്ല, നിനക്ക് അർജുനില്ലാതെ പറ്റില്ല മാളൂ. കാരണം അവനെ കാണുമ്പോഴുള്ള നിന്റെ കണ്ണുകളുടെ തിളക്കത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട് പലതും. ഇന്നുള്ള ഈ സൗന്ദര്യപ്പെണ്ണൊക്കെ മാറി നാളെ ഒന്നിക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് വെറുതെ എന്തിനാ ആ പാവങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം കൂടെ ഇല്ലാതാക്കുന്നത്? ഇനി അതല്ല, അർജുൻ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിനക്ക് നിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാം. തടയില്ല ഞാൻ. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ എന്തിന് നിന്റെ കൂടെ ഞാനുണ്ടാവും. അത്രയും പറഞ്ഞുകൊണ്ട് ആകാശം അവളുടെ മുന്നിൽ നിന്ന് മാറുമ്പോൾ മാള് നിമിഷങ്ങളോളം അതേ നിൽപ്പ് തന്നെ തുടർന്നു. റൂമിലെത്തിയിട്ടും ഇരിപ്പുറക്കാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മാളു. അച്ഛനെയും അമ്മയെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഉള്ളിൽ മുന്നിട്ട് നിന്നത് അവരോടുള്ള ദേഷ്യം തന്നെയായിരുന്നു. തന്നേക്കാൾ മറ്റൊരാളെ പരിഗണിക്കുന്നത് കൊണ്ടുള്ള ദേഷ്യം. മിസ്സിസ് മാളവിക അർജുൻ. പുറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ മാളു തൻ്റെ കണ്ണുകളൊന്ന് അമർത്തി അടച്ച് തുറന്നു. ശേഷം കലിയോടൊന്ന് തിരിഞ്ഞു. ഡോ തനിക്ക്. ഒരു നിമിഷം അവൾ പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, അർജുൻ്റെ ഒപ്പം നിൽക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടു തന്നെ. എങ്കിലും അവൾ അവർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. മോളെ. ശ്രീധരൻ അവൾക്ക് അരികിൽ വന്ന് വിളിക്കുമ്പോൾ അത് കേട്ടുമെങ്കിലും അവൾ കേൾക്കാത്ത മട്ടിൽ നിന്നു. അച്ഛൻ്റെ കുട്ടിയൊന്ന് നോക്കിയേ. അച്ഛൻ പറയണമെന്ന് മോള് കേൾക്ക്. നിന്റെ നല്ലതും മറന്ന് അച്ഛൻ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അർജുൻ മോനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. ഇതിൽ അവൻ്റെ ഭാഗത്ത് തെറ്റുള്ളതായി ഞങ്ങൾക്ക് തോന്നിയില്ലെന്ന് കരുതി നിന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് എതിരായി ഉണ്ടാവും. അതൊക്കെ ഒരു പരിധി വരെ രമ്യതയോടെ പരിഹരിക്കാൻ ശ്രമിക്കണം നമ്മൾ. ഇവിടെ അർജുനും മോളെ അത്രയും ഇഷ്ടമാണ്. ഒരുപക്ഷെ ധനശ്രീ അവന് വേണമായിരുന്നെങ്കിൽ നിന്നെപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആ കുട്ടിയെ സ്വീകരിക്കാമായിരുന്നു. അതിന് ഒരുപാട് വഴികൾ അവന് മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അവൻ വന്നില്ലേ നിനക്ക് വേണ്ടി? തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല കുഞ്ഞേ. അർജുൻ മോൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ തെറ്റുകളെ ക്ഷമിക്കാൻ എൻ്റെ മോൾക്ക് കഴിയും. നീ അത് ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കണം. അച്ഛനും അമ്മക്കും കാണേണ്ടത് അതാണ്. അത്രയും പറഞ്ഞ് അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിന്ധുവും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് പിറകെ പോയി. എന്നാൽ തൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മാളു. ആരെ തള്ളണം ആരെ കൊള്ളണം എന്നറിയാത്ത അവസ്ഥ. മാളവിക. മുന്നിൽ നിന്ന് കേട്ട അർജുൻ്റെ ആ ശബ്ദത്തിൽ മാളു മുഖമുയർത്തി നോക്കി. എന്നാൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന അവനെ അത്രയും അടുത്ത് കണ്ടവളൊരു ഞെട്ടലോടെ പിന്നിലേക്ക് നീങ്ങി. പക്ഷെ അതിനു മുന്നേ അർജുൻ അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. ഡോ താൻ എന്തേ കാണിക്കുന്നേ? വിടടോ. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ കിടന്ന് കൂതറി. ഹാ ആടങ്ങൻ്റെ മോളെ, മര്യാദക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ല. അർജുൻ അത് പറഞ്ഞതിനൊപ്പം അവളുടെ ഇരു കയ്യിലും പിടിച്ച് പുറകിലേക്ക് വളച്ച് ലോക്ക് ചെയ്ത് വെച്ചു. ശേഷം അവളെ തന്നെ നെഞ്ചിലേക്ക് അമർത്തി മാളൊരു വിറയിലൂടെ അവനെ ഒന്ന് നോക്കി. ചെയ്ത തെറ്റുകളൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അതുപോലെ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് സമ്മതിക്കുന്നുമില്ല. കാരണം എൻ്റെ ശരികളാണ് ഞാൻ എൻ്റെ പ്രവൃത്തികളിലൂടെ നടപ്പാക്കുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അതൊട്ടും ദഹിക്കണമെന്നില്ല എന്ന് കരുതി എൻ്റെ ശരികൾ മാറ്റി എഴുതാൻ ഞാൻ തയ്യാറല്ല മാളവിക. തീർത്തും ഗൗരവം നിറച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ കേൾക്കെ മാളവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. തന്നോട് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, ദേനുവിൻ്റെ പാസ്റ്റാണ്. എന്നിരുന്നാലും അവൾ എൻ്റെ ലൈഫിലൊരു പാർട്ട് തന്നെയാണ്. എൻ്റെ മരണം വരെ അത് അങ്ങനെ തന്നെയാകും. പക്ഷേ മാളവിക, താനൊന്ന് ഓർക്കണം, താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നെന്ന് കരുതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല. അവർക്കൊരു പ്രതിസന്ധി വന്നാൽ അർജുൻ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങും. അതിനി ദേനു തന്നെ ആവണമെന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും സ്ഥാനം കൊടുത്ത ആരായാലും ഇത് തന്നെയാകും എൻ്റെ രീതികൾ. ദാറ്റ്സ് മൈ ക്യാരക്ടർ. തന്നോട് ഞാനൊരു അവഗണനയും കാണിച്ചിട്ടില്ല മാളവിക. പക്ഷേ പലതവണയും ഞാൻ തന്നെ കാണാതെ പോയി. അതൊന്നും മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല. ഡോ തനിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. മാളവിക എന്നത് അർജുൻ്റെ അഹങ്കാരം തന്നെയായിരുന്നു. സാധാരണ ഒരു തൊട്ടവാടി പെണ്ണല്ല താൻ. എല്ലാ കാര്യങ്ങളും അതിൻ്റെ മെച്യൂരിറ്റി കാണിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എവിടേക്കും എനിക്ക് തെറ്റുപറ്റി. ബാക്കി പറയാൻ വാക്കുകൾ കിട്ടാത്തവനൊന്ന് നിർത്തി. ശേഷം അവളിൽ നിന്നും എല്ലാം അകന്നു മാറി. ന്യായീകരണങ്ങളെല്ലാം നന്നായിട്ടുണ്ട് അർജുൻ. പക്ഷേ എൻ്റെ വേദനകൾക്ക് പകരാവില്ലതൊന്നും. ഞാൻ കരഞ്ഞു തീർത്ത 6 മാസങ്ങൾ അതൊന്നും മറക്കാൻ എനിക്ക് കഴിയില്ല, നിങ്ങളെ സ്നേഹിക്കാനും. അത്രയും ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അർജുനൊന്ന് പുഞ്ചിരിച്ചു. വാശിക്കാരി. അതേ പുഞ്ചിരിയോടെ അവൻ്റെ ചുണ്ടുകൾ മെല്ലെ ഉരുവിട്ടു.